8:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ ആണെങ്കിൽ നല്ല വെയിൽ. കളറൊക്കെ ഇട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ കോളേജ് ഡേ ആണ് ഇന്ന്. അങ്ങനെ നേരെ ജംഗ്ഷനിലെത്തി, പിന്നെ നേരെ ബസ്സെല്ലാം കിട്ടി കോളേജിലെത്തി. ഇവർ വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. ക്ലാസ് തുറക്കാത്തതുകൊണ്ട് പുറത്ത് തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ഇവരൊക്കെ വന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പ്രോഗ്രാം നടക്കുന്ന ഹാളിലേക്ക് ചെന്നു. പ്രോഗ്രാംസൊക്കെ കുറച്ച് ലേറ്റായാണ് തുടങ്ങിയത്. എന്തോ ആധികാരികമായ കാര്യം ചർച്ച ചെയ്യാണ് അവർ രണ്ടുപേരും. അങ്ങനെ നേരെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യമേ ഞങ്ങളുടെ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ പള്ളിയിൽ വെച്ചതാണ്. ഇത് ആരാന്ന് പോലും എനിക്കറിയില്ല. ഞങ്ങളുടെ കോളേജിൽ ആരോ ആണ്. 3 വർഷം ഇവിടെ പഠിച്ചിട്ട് ഇത് ആരാന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ പിന്നെ സമ്മാനദാനമായിരുന്നു. ഞങ്ങളുടെ കോളേജിൽ ആർട്സ് ഡേ, സ്പോർട്സ് ഡേ അതിനൊക്കെ ഉണ്ടായിരുന്ന ഓരോ പ്രൈസുകളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത്തവണ എന്തായാലും എനിക്കൊരു പ്രൈസും ഇല്ല, കാരണം ഞാൻ ഒന്നിനും പങ്കെടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് മടിയുമായിരുന്നു. പിന്നെ എല്ലാ പ്രോഗ്രാംസും കാണാം എന്നുള്ള രീതിയിൽ കോളേജ് ഡേക്ക് പോലും ഞാൻ ഒരു പ്രോഗ്രാമിനും പങ്കെടുത്തില്ല, ആർട്സ് ഡേക്കും പങ്കെടുത്തില്ല. പിന്നെ അങ്ങനെ സമ്മാനദാനം എല്ലാം കഴിഞ്ഞ് പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങി. പ്രോഗ്രാംസ് ഒക്കെ അത്യാവശ്യം അടിപൊളി പ്രോഗ്രാംസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു ഇത് തോന്നിയെന്ന് പറഞ്ഞാൽ ഒരുപാട് പാട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ടൈം ഉണ്ടായിരുന്നു കേട്ടോ പ്രാക്ടീസ് ചെയ്യാനായിട്ട്, അതുകൊണ്ടായിരിക്കണം. പിന്നെ ഇതുവരെ ഡാൻസ് കളിച്ച് കണ്ടിട്ടില്ലാത്ത പലരും ഡാൻസ് കളിച്ച് കണ്ടു. പ്രത്യേകിച്ച് ഇവർ 4 പേര്, ഇവർ ഫ്രണ്ട് ബെഞ്ചുകാരാണ് കേട്ടോ. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രണ്ട് ബെഞ്ചുകാരാണ്. ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ ഇവരൊക്കെ ഇത്ര അടിപൊളിയായിട്ട് കളിക്കുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഡാൻസ് കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, ഫസ്റ്റ് ഇയർ തൊട്ടേ സമയം ഉണ്ടായിരുന്നു, ഒരു തവണയെങ്കിലും ഒരു ഡാൻസിലെങ്കിലും കയറിയിരുന്നെങ്കിൽ. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടായിരുന്നു കേട്ടോ ഇവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ വക ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. തലേദിവസം പ്ലാൻ ചെയ്താണ് കേട്ടോ പാട്ട് പാടാന്ന്. പിന്നെ അങ്ങനെ പാട്ടൊക്കെ പാടി ഞങ്ങൾ പുറത്തിറങ്ങി റീലെടുക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു. പക്ഷെ വെയിൽ സമ്മതിച്ചില്ല, നല്ല ചൂടായിരുന്നു കേട്ടോ, താഴെ നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെ ഒരു റീലെടുത്തിട്ട് ഞങ്ങൾ കോളേജിൽ നിന്ന് പുറത്തിറങ്ങി. ജോസ്നയുടെ അച്ഛൻ കാറിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒറിയാക്കോട് ഇറക്കി. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ സ്റ്റാൻഡിലെത്തിയിട്ട് പുൽക്കിക്ക് എന്തൊക്കെയോ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അവൾ അതെല്ലാം വാങ്ങിപ്പോയി. ഇപ്പോഴത്തെ ചൂടറിയാമല്ലോ, എനിക്കാണെങ്കിൽ നല്ല ദാഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കടയിൽ കയറി ഒരു ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു. ഇതൊരു കുട്ടി മിനി വ്ളോഗാണ്. പിന്നെ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ നല്ല ഷോർട്ട് വീഡിയോ ആയി. പിന്നെ വ്ളോഗിൻ്റെ രീതി എടുത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്തത്, അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യായിരുന്നു. നാളെ ഫെയർവെല്ലിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യും, അതാരും കാണാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. ബൈ.